രണ്ടാം ലോക യുദ്ധത്തിൽ സൈനികനായിരുന്ന കമ്മ്യൂണിസ്റ്റ്, കൊണ്ടോട്ടിയിൽ ജനിച്ചെങ്കിലും നിലമ്പൂരുകാരനായി അറിയപ്പെട്ട തൊഴിലാളി നേതാവ്, MLA സ്ഥാനത്തിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ട ആദ്യത്തെയാൾ സഖാവ് കുഞ്ഞാലി എന്ന കെ കുഞ്ഞാലി. 56 വർഷങ്ങൾക്ക് മുൻപ് 1969 ജൂലൈ 26 നിലമ്പൂർ ചുള്ളിയോട് പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ചാണ് അന്ന് MLA ആയിരുന്ന കുഞ്ഞാലി വെടിയേറ്റ് വീഴുന്നത്. ചുള്ളിയോട് CPM പാർട്ടി ഓഫീസിന് എതിർവശത്തായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ്. ആ ദിശയിൽ നിന്നാണ് വെടിയുതിർക്കപ്പെട്ടത്. നിലമ്പൂരിൽ AITUC, INTUC തൊഴിലാളി യൂണിയനുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള സംഘർഷമായി മാറിയ കാലത്തായിരുന്നു ഈ സംഭവം. നിലമ്പൂരിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നത് ആര്യാടൻ മുഹമ്മദ്, CPMന്റെ തലപ്പത്ത് കുഞ്ഞാലി. സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ 2 പാർട്ടി ഓഫീസുകളിലും പ്രവർത്തകർ സംഘടിച്ചിരുന്നു. രാത്രി കുഞ്ഞാലി ഓഫീസിൽ നിന്ന് മടങ്ങാനിറങ്ങുമ്പോഴാണ് വെടിയേറ്റത്. ആര്യാടൻ അടക്കമുള്ള നേതാക്കൾ ഈ സമയത്ത് കോൺഗ്രസ് ഓഫീസിലുണ്ടായിരുന്നു. ജൂലൈ 28 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് കുഞ്ഞാലി മരിച്ചു. മരണത്തിന് മുൻപ് തന്നെ വെടിവെച്ചതിന് പിന്നിൽ ആര്യാടനാണെന്ന് കുഞ്ഞാലി പോലീസിന് മൊഴി നൽകിയിരുന്നു. കേസിൽ ആര്യാടൻ 1-ാം പ്രതിയാക്കപ്പെടുകയും 1 വർഷത്തോളം റിമാൻഡിൽ കഴിയുകയും ചെയ്തു. പിന്നീട് കെട്ടിടത്തിന്റെ മുകൾ നിലയിലുണ്ടായിരുന്ന കോൺഗ്രസ് ഓഫീസിൽ നിന്നല്ല വെടിയുതിർക്കപ്പെട്ടതെന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ആര്യാടനെ കോടതി വെറുതെ വിട്ടു. 1965 കുഞ്ഞാലി നിലമ്പൂരിൽ ആദ്യമായി MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. റിമാൻഡിൽ ജയിലിൽ കഴിഞ്ഞുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് രൂപീകരിക്കപ്പെട്ട CPIMന്റെ പ്രവർത്തകരെ ചൈനീസ് ചാരന്മാർ എന്നാരോപിച്ച് തടവിലാക്കി. അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ടതായിരുന്നു കുഞ്ഞാലിയും. ആ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിൽ വിജയിച്ച് CPM ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. കോൺഗ്രസിന് 36 സീറ്റുകൾ മാത്രമേ ലഭിച്ചു. 133 സീറ്റുകൾ ഉണ്ടായിരുന്ന കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. പിന്നീട് 1967 നടന്ന തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ നിന്ന് കുഞ്ഞാലി തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2 വർഷത്തിന് ശേഷം 42-ാമത്തെ വയസ്സിൽ കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കൊണ്ടോട്ടിക്കാരനായിരുന്ന കുഞ്ഞാലി നിലമ്പൂരുകാരനായാണ് അറിയപ്പെട്ടത്. 1924 ജനിച്ച കുഞ്ഞാലി വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയ്ക്കൊപ്പം ബീഡി കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. ഇവിടെ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുത്തത്. 1942 കുഞ്ഞാലി സൈന്യത്തിൽ ചേർന്നു. 2-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ റഷ്യയും ബ്രിട്ടനും ഒരുമിച്ച് പോരാടിക്കൊണ്ടിരുന്ന കാലം. നാസികൾക്കെതിരെ സൈനികനാകുക എന്നത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനമായി കണ്ടുകൊണ്ട് കുഞ്ഞാലിയും സൈനികനായി. 1945 യുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യക്കാരായ സൈനികരെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടാതായി. കമ്മ്യൂണിസ്റ്റുകാരെന്ന മുദ്രകുത്തിയ സൈനികരെ പിരിച്ചുവിട്ടതിനൊപ്പം കുഞ്ഞാലിയും പിരിച്ചുവിടപ്പെട്ടു. പിന്നീട് മൈസൂരിൽ ബീഡി തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനായി പാർട്ടി കുഞ്ഞാലിയെ നിയോഗിച്ചു. അവിടെ നിന്നാണ് നിലമ്പൂരിലെ തോട്ടം തൊഴിലാളി മേഖലയിൽ കുഞ്ഞാലി നിയോഗിക്കപ്പെടുന്നത്. ഇതോടെ കാളികാവിലേക്ക് അമ്മയുമായി കുഞ്ഞാലി താമസം മാറുകയും നിലമ്പൂരുകാരനായി മാറുകയുമായി. ജന്മിമാർ തോട്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ കുഞ്ഞാലി ശക്തമായ പോരാട്ടം നടത്തി. തൊഴിലാളികളെ ആക്രമിക്കുന്ന തോട്ടം മാനേജർമാരും ഉടമകളും കുഞ്ഞാലിയുടെ കൈക്കരുത്ത് നേരിട്ടറിഞ്ഞു. തൊഴിലാളികളുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കുന്നവർക്കെതിരെയും കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളുണ്ടായി. ആരെയും നേരിട്ട് വെല്ലുവിളിക്കുന്ന കുഞ്ഞാലിയുടെ പ്രകൃതം പ്രദേശത്തെ തൊഴിലാളികളിൽ പാർട്ടിക്ക് വേരോട്ടമുണ്ടായി. MLA ആയിരിക്കുമ്പോഴും പ്രവർത്തകർക്കൊപ്പം സംഘർഷ മേഖലകളിൽ നേരിട്ട് ചെല്ലാൻ കുഞ്ഞാലി ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് വെടിയേൽക്കുന്നതും അന്ത്യം സംഭവിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ് നിലമ്പൂർ എന്ന് രാഷ്ട്രീയ കേരളം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി CPM ഇവിടെ വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോഴും എതിർപക്ഷം വെല്ലുവിളി ഉയർത്തുമ്പോഴും സഖാവ് കുഞ്ഞാലിയുടെ പേരാണ് ആദ്യം ഉയർന്നു കേൾക്കുന്നത്.